ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു മിൽക്ക് റസ്കിൻ്റെ റെസിപ്പിയാണ്. ഇത് കേക്ക് റസ്ക്, അതുപോലെ ഡ്രൈ കേക്ക് എന്നൊക്കെ പറയും നമ്മൾ. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പോലെ ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഈസി റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു നനവൊന്നുമില്ലാത്തൊരു ബൗളിലേക്ക് ഞാൻ 2 കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട തന്നെ എടുക്കുക കേട്ടോ. തണുത്ത കോഴിമുട്ട എടുക്കരുത്. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഇതൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിന് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു ഫോർക്ക് വെച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. നല്ല മധുരം വേണ്ട എന്നുള്ളവരാണെങ്കിൽ 1/2 കപ്പ് മുഴുവനായിട്ട് നിറച്ചിട്ട് എടുക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് നിറച്ചിട്ട് എടുത്തിട്ടില്ല. നല്ല മധുരം വേണമെന്നുള്ളവർ 1/2 കപ്പ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക. പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 80 ml ഓയിലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് 80 to 100 ഗ്രാം വരെ ബട്ടർ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ബട്ടർ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിക്കാരം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/4 കപ്പ് പാലാണ്. ഈ പാലും റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. തണുത്ത പാൽ എടുക്കരുത് കേട്ടോ. പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് ആണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പാല് ചേർക്കുന്നതന്നെ മിൽക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മിൽക്ക് റസ്കിൻ്റെ ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് അളന്ന് വെച്ചിട്ടുള്ള മൈദയാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് ഞാൻ അരിച്ചെടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഇനി ഒരു 3 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഈ പാൽപ്പൊടിയും ചേർക്കുന്നത് പാലിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പാൽപ്പൊടി ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നിങ്ങളടുത്തുണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കളറ് വേണമെന്നുണ്ടെങ്കിൽ യെല്ലോ കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യെല്ലോ ഫുഡ് കളർ ഒരു പിഞ്ച് ചേർത്ത് കൊടുത്താൽ മതി. മിൽക്ക് റസ്ക് ആണെങ്കിലും ആ ഒരു മഞ്ഞ കളർ കിട്ടും കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ കളറില്ലാണ്ട് ചെയ്താൽ മതി. വീട്ടിൽ ചെയ്യുമ്പോൾ കളറിൻ്റെ ഒന്നും ആവശ്യമില്ല, പക്ഷെ കാണാൻ ഭംഗിയാണ് കളറുണ്ടെങ്കിൽ മാത്രം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ഗ്രീസ് ചെയ്ത ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏത് ഷേപ്പിലുള്ള ടിന്നിലും നിങ്ങൾക്കിത് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ കേട്ടോ. അപ്പോൾ ഞാനൊരു ലോഫ് ടിന്നിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഈ സമയം തന്നെ ഞാൻ ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്കാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ഇത് സാധാരണ നിങ്ങൾക്ക് ഗ്യാസിൽ നമ്മൾ സാധാരണ ഗ്യാസ് ചെയ്യുന്ന കേക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ കുറച്ച് കൂടുതൽ ടൈം വേണമെന്ന് മാത്രം. ഒരു 30 മിനിറ്റ് നമുക്ക് ഇത് വേവിക്കാൻ എടുക്കണം. പിന്നെ നമുക്കിത് സ്ലൈസ് ചെയ്തതിന് ശേഷം ഒരു 15-20 മിനിറ്റോളം നമുക്കത് ഡ്രൈ ചെയ്യാനും എടുക്കും. അപ്പോൾ ഗ്യാസ്മിലാകുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. ഓവനിലാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കേക്കൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം എടുത്തിട്ട് നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് ടിന്നിൽ നിന്ന് ഞാൻ റീമോൾഡ് ചെയ്തിട്ടുണ്ട്. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി ഇത് നമുക്കിതിൻ്റെ ആ ഒരു പൊങ്ങിയ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു റസ്കിൻ്റെ ആ ഒരു ഷേപ്പിലാക്കിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ചൂടോട് കൂടി തന്നെയാണ് ഇപ്പോൾ ഞാൻ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ അതാണ് നല്ലത്. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കേക്ക് പൊടിഞ്ഞു പോവും. അപ്പോൾ ഞാനിപ്പോൾ ടൈം കുറവായത് കാരണം തന്നെ പെട്ടെന്ന് തന്നെ സ്ലൈസ് ചെയ്തിട്ട് വീണ്ടും ഓവനിലേക്ക് തന്നെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആവിയൊക്കെ പോകുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. നല്ല ചൂടാണ് കേട്ടോ. ഇനി നമുക്കിത് റസ്കിൻ്റെ ഒരു വലുപ്പത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ സെൻറ്റർ കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് എൻ്റെ ഒരു ഇതിനാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതിലേറെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതുപോലെ ചെയ്യുക. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഇനി നമുക്ക് വീണ്ടും ഇത് ഓവനിൽ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ട് തന്നെ
ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ റസ്ക് എന്ന് പറയുമ്പോൾ നല്ല ക്രിസ്പായിട്ടാണ് ഇരിക്കുക. അപ്പോൾ ഇതുപോലെ ഞാനോരോ സ്ലൈസുകളാക്കി വെച്ചിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്നും കൂടെ കട്ട് ചെയ്തിട്ട് നന്നായിട്ടുള്ള സ്ക്വയർ പീസുകളാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അത്രയും കേക്ക് കളയണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് വെച്ചാൽ മതി. ഇനി ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ള ഒരു ട്രേയിലേക്ക് ഞാനിതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒരു ഭാഗം ഒരു 15 മിനിറ്റ് 180 ഡിഗ്രി തന്നെ വെച്ചിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ട് വീണ്ടും ഒരു 15 മിനിറ്റും കൂടെ വെച്ച് കൊടുക്കണം. എന്നാലേ ശരിക്കും നന്നായിട്ട് റസ്ക് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിതൊന്നുകൂടെ തിരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു 15 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ പുറത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്, നല്ല റസ്ക് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് ഇരിക്കുന്നതോറും കുറച്ചും കൂടെ ഒന്നുകൂടെ ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. ഈ ചൂടോട് കൂടി ആവുമ്പോൾ തണുക്കുമ്പോൾ ഇതിലേറെ ഒന്നുകൂടെ ഹാർഡായി വരും. അപ്പോൾ നല്ലൊരു റസ്ക് ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് ചായൻ്റെ കൂടെ അതുപോലെ പാലിലൊക്കെ മുക്കിയിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. നല്ലൊരു മിൽക്കിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് നമ്മൾ പാൽപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മിൽക്ക് റസ്ക്കാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, വളരെ ഈസിയാണ്. നമുക്ക് വൈകുന്നേരം ചായക്കൊക്കെ റസ്ക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇനി പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.